രണ്ടാമത്തെ പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷയിൽ രാഹുലിനോട് നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഇന്ന് ഹാജരാകാൻ കോടതി നോട്ടീസ് നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തെക്കേക്കാട് നമ്മളോടൊപ്പം വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ചേർന്നു. കമലേഷ്, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമാണ്. രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ അതിജീവിതയെ വാട്സ്ആപ്പ് കോളിലൂടെ ബന്ധപ്പെട്ടു. കോടതി പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ആ ഹർജിയിലാണ് ഇന്ന് അയാളോട് നേരിട്ട് ഹാജരാകണം, അതല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേന എത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? മനു, തീർച്ചയായും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഈ കേസ് പരിഗണിക്കുന്നത്. ഇതിൽ നേരത്തെ ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ തന്നെ ഈ ജാമ്യ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കണം എന്ന നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിലും അഭിഭാഷകനും നൽകിയിരുന്നു. പക്ഷേ ആ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷനാണ് നിലവിലിപ്പോൾ ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതിജീവിതയെ, ഈ രണ്ടാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയെ വാട്സപ്പ് കോൾ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വാട്സപ്പ് വഴി അവരെ വിളിക്കാനും സംസാരിക്കാനും ശ്രമിച്ചു എന്ന് കാട്ടി അതിജീവിതയാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കാട്ടി ഒരു ഹർജി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ, അതായത് ഈ പ്രതി ഒരു തരത്തിലും സാക്ഷികളെയോ അതുപോലെ തന്നെ ഈ അതിജീവിതയോ ബന്ധപ്പെടാനോ സ്വാധീനിക്കാനോ ശ്രമിക്കരുത് എന്ന ഒരു ക്ലോസ്, ഒരു വ്യവസ്ഥ ഈ ജാമ്യത്തിലുണ്ട്. ജാമ്യം നൽകുമ്പോൾ അത്തരമൊരു വ്യവസ്ഥ വെച്ചിട്ടാണ് ഈ ജാമ്യം നൽകുന്നത്. ആ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണിത് എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ 11 മണിയോടുകൂടി ഈ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പ്രോസിക്യൂഷൻ നൽകിയ ഈ അപേക്ഷയിൽ ഒന്നുകിൽ രാഹുലിനോടോ അല്ലെങ്കിൽ രാഹുലിൻ്റെ അഡ്വക്കേറ്റിനോടോ അഭിഭാഷകനോടോ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതിനുശേഷമായിരിക്കും ഈ കേസ് സംബന്ധിച്ച മറ്റ് കാര്യങ്ങളിലേക്ക് കോടതി കടക്കുക. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് നിർണായകമാണ്. ദീർഘനാൾ ജയിലിൽ കിടന്നതിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്. ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തിരുന്നു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ ഈ അതിജീവിതകൾക്ക് അത് ഒരു ഭീഷണിയാകും എന്ന കാര്യം നേരത്തെ തന്നെ കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയതാണ്. ഈ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ടാവും, തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടാവും എന്നെല്ലാം നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ അക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കർശനമായ ജാമ്യ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്ന നിലയിലേക്ക് ഉള്ള ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിജീവിതയെ വാട്സപ്പിൽ വിളിക്കുന്നു. ആ നിലയിൽ അതൊരു പരാതിയായി പോലീസിന് മുന്നിലെത്തുന്നു. വീണ്ടും പ്രോസിക്യൂഷൻ ഈ നിലയിൽ കോടതിയിൽ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് കോടതി രാഹുലിനെയോ അല്ലെങ്കിൽ രാഹുലിൻ്റെ അഭിഭാഷകനെയോ നേരിട്ട് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കമലേഷ്. ഈ കേസ് വന്നപ്പോൾ ഈ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല, ഇത് ആരാണ് ഏതാണ് എന്നൊക്കെയല്ലേ അയാൾ ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചതിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. രാഹുൽ നേരത്തെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് അയാളുടെ തന്നെ പ്രവൃത്തിയിലൂടെ പൊളിഞ്ഞു വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ ഒരു കാര്യം കൂടി ചേർക്കണം. ആ പെൺകുട്ടി രഹസ്യമൊഴി നൽകിയതിന്റെ പിറ്റേ ദിവസമാണ് ഇയാൾ അവരെ ഈ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. മനു, തീർച്ചയായും വളരെ ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും. വളരെ ഒരു കുറ്റകരമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കോടതിയെ വെല്ലുവിളിക്കുന്ന, ജാമ്യവ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ഒരു ഇടപെടൽ കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മനു സൂചിപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരം ഒരു കോൾ ഈ അതിജീവിതയ്ക്ക് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനായിരിക്കും എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ നിലയിൽ ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ സ്വാധീനിക്കാനുള്ള ശ്രമമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വരേണ്ടത്. അത് സംബന്ധിച്ച് അതിജീവിത പരാതിയായി പോലീസിന് മുന്നിൽ അത് നൽകിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ കുറ്റകൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ കേസുകളുടെ എല്ലാം വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ്, ഇതിൻ്റെ വിചാരണ വേളയിൽ കൂടിയാണ് ഈ ഒരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും അതിജീവിത വളരെ കൃത്യമായി തന്നെ അതൊരു പരാതിയായി പോലീസിൽ നൽകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അത് പുറം ലോകം അറിയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രോസിക്യൂഷൻ വീണ്ടും ഈ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം കോടതിക്ക് മുമ്പാകെ വെക്കുന്നത്. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് പെൺകുട്ടിയുടെ ധീരമായ നടപടിയെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അവർ അവരുടെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും വീണ്ടും അവർക്കുണ്ടായ ഈ വാട്സപ്പ് കോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുകയും ചെയ്ത അവരുടെ നടപടിയെ നമ്മൾ അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് കമലേഷ്. ഒന്ന്,
കോടതി പറഞ്ഞ് കടുത്ത ജാമ്യ വ്യവസ്ഥകളാണ് കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത്. അതങ്ങനെ നിൽക്കുന്നു. ഇത് മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഓരോ ദിവസവും ചർച്ച ചെയ്ത് സമൂഹത്തിന് മുൻപിൽ നാണം കെട്ട് നാറി നിൽക്കുകയാണ്. എന്നിട്ടും ആ പെൺകുട്ടിയെ വീണ്ടും വിളിക്കാൻ ഇയാൾ ധൈര്യം കാണിച്ചുവെങ്കിൽ ഇയാൾക്ക് എന്തോ കൂടിയ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്ര ഒരു നടപടിക്ക് ഇയാൾ ഇറങ്ങി പുറപ്പെടുമോ? മനു, വളരെയേറെ സംശയത്തോടെ തന്നെ കാണേണ്ട ഒരു സംഗതിയാണിത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഇരകളോട് അല്ലെങ്കിൽ അതിജീവിതകളോട് എങ്ങനെയാണ് രാഹുൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയാം. അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അതിജീവിതകളോട് സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അക്കാര്യം നമ്മൾ കേട്ടതാണ്. മറ്റ് ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് ഈ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എത്ര ക്രൂരമായാണ് ഈ യുവതികളെ ഈ നിലയിൽ അയാൾ ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു തരത്തിലും ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിൻ്റെ FIRൻ്റെ പകർപ്പ് ഉൾപ്പെടെ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഈ വിവരങ്ങൾ ലഭിക്കുമ്പോൾ എങ്ങനെയാണിത് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ഏറ്റവും ഹീനമായ നിലയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ യുവതികളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. ഒരു സമനില തെറ്റിയ ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്ന് നേരത്തെ തന്നെ നമുക്കറിയാം. പൊതുസമൂഹം അത് അറിഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയങ്ങളെല്ലാം. അതിനുശേഷവും ഈ അതിജീവിതയെ ബന്ധപ്പെടുകയും ഫോണിലൂടെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര മോശമായാണ് അല്ലെങ്കിൽ തൻ്റെ ജീവനെടുക്കാൻ എനിക്ക് എത്ര നിമിഷം വേണം എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. തെറിവിളികൾ നടത്തുന്നത് കേട്ടിട്ടുണ്ട്. ഇത്രയെല്ലാം ദ്രോഹം ചെയ്തതിന് ശേഷം അതൊരു കേസായി വരികയും പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പോലും വീണ്ടും അതിജീവിതയെ വിളിക്കുകയും തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്കുള്ള മാനസികാവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. നിലവിലും ആ മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും കോടതി ഉൾപ്പെടെ ഈ ജയിലുകളേക്ക് ഉൾപ്പെടെ അയക്കുന്നത് അതൊരു കറക്ഷണൽ ഹോംസ് ആണ്. അതായത് തിരുത്തി വരാനുള്ള ഒരു ഇടമായിട്ടാണ് ജയിലുകളെ സ്വാഭാവികമായും ഈ പുരോഗമന കാലത്ത് ആളുകൾ കാണുന്നത്. ആ നിലയിൽ ഒരു ചേഞ്ച് രാഹുലിന് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പഴയ മാനസികാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. തിരുത്താനുള്ള അവസരമുണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുത്താൻ തയ്യാറാകുന്നില്ല. അതേ മാനസികാവസ്ഥ വെച്ചു പുലർത്തുന്നു. വീണ്ടും അതിജീവിതകളെ ഈ പരാതിക്കാരിയെ ബന്ധപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതെന്തിനാണ്? സ്വാധീനിക്കാനാണോ ഭീഷണിപ്പെടുത്താനാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മുന്നിലുണ്ട്. ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെ പോലീസും പ്രോസിക്യൂഷനും ഈ വിഷയത്തെ കാണുകയും ആ നിലയിൽ ഒരു ഹർജി കോടതിക്ക് മുന്നിൽ എത്തുകയും ചെയ്യുന്നു. കോടതി ആണ് ഇനി തീരുമാനിക്കേണ്ടത്. എന്താണ് ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതായി കോടതി കണ്ടെത്തിയെങ്കിൽ സ്വാഭാവികമായും ജാമ്യം റദ്ദാക്കി രാഹുലിനെ ജയിലിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും അല്പസമയത്തിന് ശേഷം കോടതി കൂടുന്നതോടുകൂടി എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. മനു, ശരി, താങ്ക് യു കമലേഷ്. കമലേഷാണ് ഈ വിവരങ്ങൾ നമ്മളോട് തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചത്.